ഇനി ഒരു 2 ലക്ഷം കൂടി വേണം, എന്നാൽ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനിപ്പോ എന്താ ചെയ്യാ? ഒരു ഐഡിയ ഉണ്ട്. എനിക്ക് എന്റെ വീട്ടുകാരെ ഇനി 3 പവൻ കൂടി തരാനുണ്ടല്ലോ ബാക്കി. അപ്പൊ നിങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടേ ഞാൻ എന്റെ വീട്ടിൽ പോയി ചോദിക്കട്ടെ 3 പവൻ. നിന്റെ വീട്ടുകാരുടെ അടുത്താ? അല്ലെങ്കിൽ തന്നെ അവർ ജീവിക്കുന്നത് നിന്റെ അനിയത്തി ഏതോ ഒരു തുണിക്കടയിൽ പോയിട്ട് ജോലിക്ക് നിന്നിട്ട് ആ കിട്ടുന്ന പൈസയും കൊണ്ടാണ്. പോരാത്തതിന് നിന്റെ ഉമ്മാക്ക് തീരെ വയ്യാനും. അതിന്റെ ഇടയിൽ ഇപ്പൊ എനിക്ക് തരാനുള്ള 3 പവൻ സ്വർണം ചോദിക്കേണ്ടാണ് ഇപ്പോ. അതൊന്നും വേണ്ട. ഒരു 500 രൂപ നിന്നെ കൊണ്ട് കൊടുക്കടി മരുന്നിന് പറഞ്ഞിട്ട് കൂടി നീ കേട്ടാ 3 പവൻ സ്വർണം ചോദിക്കാൻ പോകും. അവരെങ്ങനെയോ ജീവിക്കട്ടെ, അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. 3 പവൻ എന്തായാലും എന്റെ വീട്ടുകാർ നിങ്ങൾക്ക് തരാനുണ്ടല്ലോ. ഞാൻ എന്തായാലും അത് പോയി ചോദിക്കാം. അത് കിട്ടിയാൽ നമുക്ക് നമ്മുടെ ജീവിതം നോക്കാലോ. ഇന്നത്തെ കാലത്ത് സാധാപവും കാര്യമൊക്കെ നോക്കാൻ നിന്നാലേ നമുക്ക് നമ്മുടെ ജീവിതം കഷ്ടത്തിലാകേണ്ടി വരും. ഞാൻ എന്തായാലും പോയി ചോദിക്കാൻ പോവാണ്. ഞാൻ എന്തായാലും ഇല്ല ഇത് ചോദിക്കാനായിട്ട്. നീ എന്താ വെച്ചായിക്കോ, എന്തായാലും എന്റെ പേര് പറയണ്ട. പിന്നെ ഞാൻ പോയിട്ട് എനിക്ക് സ്വർണ്ണമാണെന്ന് ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾ ചോദിച്ചു തന്നെ ഞാൻ പറയും. എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി. നിങ്ങൾ ഇനിയിപ്പോ നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ മടിയാണെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് കേട്ടിട്ടില്ല. എനിക്കെന്തായാലും അതില്ല. ഞാൻ എന്തായാലും പോയി ചോദിക്കാൻ പോവാണ്. ഉമ്മ, ഞാൻ പോണോട്ടമ്മ. ശരി മോളെ. അതാ താത്ത വരുന്നുണ്ടല്ലോ. ഇരിക്കിട്ട താത്ത, നമുക്ക് വന്നിട്ട് സംസാരിക്കാം. സമയായേ, അതാണ്. ഉമ്മ, ഞാൻ പോണു. താത്ത വന്നിട്ടുണ്ട്. നിനക്ക് പോവാൻ സമയായ? താത്ത സമയായി, അതാണ്. ഞാൻ വന്നിട്ട് സംസാരിക്കാം. ഞാൻ നേരത്തെ വരാം. വാ മോളെ, ഉള്ളിക്കേറ്. ഞാൻ വന്നത് പറഞ്ഞിട്ട് കൂടിയിട്ടേ അവൾക്ക് ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കാൻ സമയമില്ല. അത്രയ്ക്കേ സ്നേഹമുള്ളൂ നിങ്ങൾക്കൊക്കെ എന്നോട്. അവൾക്ക് സമയമായിട്ടല്ലേ, നീ ഇങ്ങോട്ട് വാ. ഒറ്റയ്ക്കാണ് വന്നത്, പിന്നെ ഒറ്റയ്ക്ക് വരാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഞാനല്ലേ അവിടെ കടന്ന് അനുഭവിക്കുന്നത്. എന്താ മോളെ, അവൻ തല്ലുണ്ടോ നിന്നെ? അപ്പൊ എന്നെ തല്ലിക്കാൻ വേണ്ടിട്ട് കാത്തിരിക്കുകയാണ് അല്ലേ? എന്താ നീ ഇങ്ങനെയൊക്കെ പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാവാത്തതോ അതോ മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കേ? നീ കാര്യം എന്താ വെച്ചാ പറയണ്ട, വെറുതെ ഉരുണ്ട് കളിക്കാണ്ട്. നിങ്ങളുടെ മരുമാനിക്ക് 3 പവൻ കൊടുക്കാനില്ലേ? ഇത്രയും കാലമായിട്ട് നിങ്ങൾ അത് കൊടുത്തിട്ടുണ്ടോ? എത്ര വർഷമായി? ഇപ്പൊ ചോദിച്ചിട്ട് എനിക്ക് അവിടെ ഒരു സമാധാനവും തരുന്നില്ല. ഇതിലും വേണ്ടി നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച് കൊടുക്കേണ്ടിയിരുന്നില്ല. ഇവിടെ തന്നെ അങ്ങനെ ഇരുത്തായിരുന്നു. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആ സ്വർണം തരും, ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഇരിക്കേണ്ടി വരും. അവൻ അതിന്റെ പേരിൽ ഉപദ്രവിക്കണ്ട നിന്നെ. ഞാൻ വേണമെങ്കിൽ അവനെ കൊണ്ട് ഫോണിൽ സംസാരിച്ച് നോക്കാം. 10 പവനല്ലേ നിനക്ക് തരാന്ന് പറഞ്ഞത്, അതിലിപ്പോ 7 പവൻ തന്നല്ലോ. ഇനിയിപ്പോ 3 പവനല്ലേ അവനക്ക് കൊടുക്കാനുള്ളൂ. അന്ന് കല്യാണം കഴിഞ്ഞിട്ട് പിരിഞ്ഞു കിട്ടിയ പൈസ കൊണ്ട് നിനക്ക് വാങ്ങിച്ചു തരണം എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ എന്താ കാട്ടുക, പിരിഞ്ഞു കിട്ടിയ പൈസ കല്യാണ മണ്ഡപത്തിന്റെ വാടക തന്നെ കൊടുക്കാൻ തരുന്നുള്ളൂ. ഇപ്പൊ നോക്ക്, സ്വർണത്തിനൊക്കെ എന്താ വില. അന്ന് വാങ്ങിയ സ്വർണത്തിനെ കാട്ടി ഇപ്പൊ 3 ഇരട്ടിയല്ലേ സ്വർണത്തിന് വില. നീ വന്ന കാര്യം നിൽക്കാണ്ട് ഇരിക്കും മകളെ. എന്തിരിക്കുന്നു? എനിക്ക് എന്റെ മകൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് അങ്ങോട്ട് പോകണം. ഞാൻ ചോദിച്ചതിന് എന്തെങ്കിലും തീരുമാനം പറയും നിങ്ങൾ. എനിക്കറിയാലോ ഈ വീട് ഇപ്പൊ കഴിഞ്ഞു പോണത് നിന്റെ അനിയത്തി ആ തുണിക്കടയിൽ പോയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. അവള് നിന്നെ പോലെ സുഖത്തിലൊന്നും ജീവിച്ചിട്ടില്ല. പാവം, അവൾക്ക് എന്ത് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നതാണ് പഠിക്കാൻ പോണെന്ന്. ഈ വീട്ടിലത്തെ അവസ്ഥ കാരണമല്ലേ അവളിപ്പോ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ കല്യാണം കഴിഞ്ഞ് പോയി എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് എന്തെങ്കിലും നീ ഇതുവരെ സഹായം ചെയ്തിട്ടുണ്ടോ? എനിക്ക് വേണം മാസം 10,000-2000 ഉറുപ്പിന്റെ മരുന്ന്. അതിനും കൂടി നീ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ ഇതുവരെ? ഒന്നുമില്ലെങ്കിൽ നിന്റെ അനിയത്തില്ലേ അവളിങ്ങനെ കഷ്ടപ്പെടുന്നതൊന്നും നീ കാണുന്നില്ലേ? മരുമകൻ എന്നെ നോക്കുന്നത് തന്നെ വലിയ കാര്യം. ഇനിയിപ്പോ അതിന്റെ ഇടയിൽ നിങ്ങളെയും കൂടി നോക്കാൻ ഞാൻ പറയണം. അല്ലെങ്കിൽ തന്നെ സ്വർണത്തിന്റെ കാര്യം ചോദിച്ചിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. ശരി, നീ വന്ന കാര്യം നിൽക്കാണ്ട് അവിടെ ഇരിക്കും. നമുക്ക് സംസാരിക്കാലോ, സമയമുണ്ടല്ലോ. താത്ത പോയില്ലേ? ഇല്ല, നീ വന്നിട്ട് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കണം മറ്റും നിന്നതാണ് ഞാൻ. എന്ത് തീരുമാനങ്ങള്? ഉമ്മ പറയും, ഞാൻ ഉമ്മാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താമ്മ താത്ത എന്തൊക്കെയാ പറയണത്? നീ ജോലി കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ മകളെ, പോയി ചായയോ വെള്ളമോ വല്ലതും കുടിക്കും. അതൊക്കെ അവൾക്ക് പിന്നെയും കുടിക്കാലോ. എനിക്ക് പെട്ടെന്ന് പോകണം. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ അടുത്ത് പറയും. എന്താ അമ്മ പറ.
അത് അവള് വന്നിരിക്കുന്നത് നമ്മൾ കല്യാണത്തിന് ബാക്കി കൊടുക്കാറുള്ള സ്വർണ്ണം ഉണ്ടല്ലോ 3 പവൻ, അത് ചോദിച്ചിട്ട് അവളുടെ ഭർത്താവ് ബുദ്ധിമുട്ടിക്കണു ഇത്ര, അത് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. താത്താക്ക് അറിയില്ലേ ഇവിടുത്തെ അവസ്ഥ? അവസ്ഥയൊക്കെ എനിക്കറിയാം. അതിനൊരു വഴിയുണ്ടേ. ഈ വീടിന്റെ ഷെയർ ഉണ്ടല്ലോ എന്റെ, അതെനിക്ക് തന്നാ മതിയേ. അതെന്തായാലും ഇപ്പൊ പറ്റില്ല. അവളുടെ കൂടി കല്യാണം കഴിയണ്ടേ? എനിക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയാ? എനിക്ക് അവളുടെ കാര്യം കൂടി നോക്കണ്ടേ? ഒന്നുമില്ലെങ്കിൽ നിന്റെ അനിയത്തി അല്ലേ അവളുടെ കൂടി കല്യാണം കഴിയട്ടെ, എന്നിട്ട് എന്താ വെച്ച ഷെയർ നിന്റെ വാങ്ങി തരാം. അതൊന്നും പറ്റില്ല. അവളുടെ കല്യാണം എപ്പോ കഴിയുന്നോണ്ടാണ് ഞാൻ കാത്തിരിക്കുക. ഇനിയിപ്പോ കഴിഞ്ഞില്ലെങ്കിലോ? നീ പറഞ്ഞു എവിടേക്കാണ് കയറി പോണത്? മര്യാദയ്ക്ക് വായടക്കിക്കോ. ഉമ്മ വെറുതെ തർക്കിക്കണ്ടമ്മ. താത്ത എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാ പിന്നെ ഈ വീട് വെക്കുക, എന്നിട്ട് താത്താന്റെ ഷെയർ താത്താക്ക് കൊടുക്കുക. അപ്പൊ നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ? അതിന് അവളുടെ ഷെയർ ഉണ്ടല്ലോ, അതുകൊണ്ട് അവളുടെ കല്യാണം കഴിച്ചു കൊടുക്കി. എന്നിട്ട് ഞങ്ങൾ അവിടെ താമസിക്കും. വീട് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടേ വാടകയ്ക്ക് താമസിക്കും, കുറച്ച് ബാങ്കിലൂടി. അവളുടെ കല്യാണം വരുമ്പോ എടുത്താൽ മതിയല്ലോ. ഇതിപ്പോ എല്ലാം കൂടി നടക്കുവോ? എനിക്ക് എന്തായാലും എന്റെ ഷെയർ വേണം. എന്നിട്ട് ഒരു വീട് വെക്കാനുള്ള ആളിനും കൂടിയേ താത്ത തന്നെ ഏർപ്പാടാക്കിക്കോ. അവൾക്ക് വിവരമുണ്ട്. എന്തായാലും ഞാൻ മൂപ്പന്റെ കൊണ്ട് പറയാം വീട് വെക്കാനുള്ള ആളിനെ ഏർപ്പാടാക്കാൻ. എന്തായാലും നിങ്ങൾ വീട് വെക്കാൻ സമ്മതിച്ചല്ലോ, അത് മതി. ഞാൻ പോണു. ഇങ്ങനെ ഒരു മകള്. എന്തായി പോയിട്ട് സ്വർണം കിട്ടിയാ? ഞാൻ പോയിട്ട് സ്വർണം ചോദിച്ചപ്പോഴേ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ നിൽക്കായിരുന്നു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ വെറുതെ വിടുവോ? ഞാൻ എന്റെ ഷെയർ വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഷെയർ ചോദിച്ചില്ലെങ്കിലേ അനിയത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോഴേ ആ വീട് വെക്കും അവര്. പിന്നെ എനിക്ക് എന്റെ സ്വർണം കിട്ടൂല, എന്റെ ഷെയറും കിട്ടൂല. അപ്പൊ നിന്റെ അനിയത്തിന് കെട്ടിക്കൊടുക്കണ്ടേ? അതൊക്കെ അതിന്റെ കാര്യല്ലേ. അവര് എന്താ വെച്ച് നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും അതൊക്കെ അറിയേണ്ട ആവശ്യം? അവളെ കല്യാണം കഴിച്ചു കൊടുക്കുക, കല്യാണം കഴിച്ചു കൊടുക്കാണ്ടിരിക്കുക, എന്തെങ്കിലും ആവട്ടെ. നമുക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങളെ ആ ഹംസ ബ്രോക്കർ ഉണ്ടല്ലോ, അയാളുടെ അടുത്ത് പറഞ്ഞിട്ടേ ആ വീട് വെക്കാനുള്ള ആളിനെ ഏർപ്പാടാക്കി. പറ്റിയ നാളെ തന്നെ പോണം. നമുക്ക് ഇനി വെച്ച് താമസിപ്പിക്കണ്ട. മരുമാനെ ചായ എടുക്കട്ടെ? വേണ്ട, കുടിക്കാൻ നേരമില്ല, പോയിട്ട് കാര്യമുണ്ട്. ആ പേപ്പർ ഇങ്ങോട്ട് എടുക്ക്. അപ്പളേ വന്ന പാർട്ടിക്ക് വീടൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എന്നാ അന്നസി ഇതിൽ ഒപ്പിട്. ഇവിടെ അല്ലേ? അവിടെ തന്നെ. എന്നമ്മ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ അവര് ഒപ്പിടണ്ടേ? അവരെന്തിനാ ഒപ്പിടുന്നത്? നീ ഇപ്പൊ ഒപ്പിട്ടതേ ഈ വീട്ടിന്റെ സ്വത്തിനൊന്നേ നിനക്ക് ഒരു അവകാശവും ഇല്ലാന്ന് പറഞ്ഞിട്ടേ അവർക്ക് എഴുതി കൊടുത്ത പേപ്പറാണിത്. ഇതമ്മ. എന്ത്? എനിക്ക് അവകാശം വേണ്ടെന്നാ? നിന്റെ സ്വന്തം അനിയത്തി ഉമ്മയല്ലേ ഇത്? നീ അവനെ കണ്ടിട്ടില്ലെങ്കിലേ ഞാൻ അവനെ കണ്ടിരിക്കുന്നത്. നമുക്കൊന്നും സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഉപദ്രവിക്കാണ്ടെങ്കിലും ഇരുന്നൂടെ ഇതിനെ? ഉമ്മ, എനിക്ക് നിങ്ങൾ തരാന്ന് പറഞ്ഞ സ്വർണ്ണം ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് വേണ്ട. അവൾക്ക് നല്ലൊരു കല്യാണ ആലോചന വന്നാലേ അവളിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നോക്കി. വാ നമുക്ക് പോവാ. ശരി എന്നാ. ശരി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. അവനുള്ള സ്നേഹം കൂടി അവൾക്കില്ല. നിങ്ങൾ എന്ത് പണിയാണെന്ന് ചെയ്തത്? എന്നാ പിന്നെ എന്നെ കൊണ്ട് കൂടി ഒരു വാക്ക് പറഞ്ഞൂടെ നിങ്ങൾക്ക്? നിങ്ങൾ തന്നെ എല്ലാം മനസ്സിലുറപ്പിച്ച് തീരുമാനിക്കുകയും ചെയ്തിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് എന്നെ നാണം കടത്തി. ഇവിടെ വെച്ച് നിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ സമ്മതിക്കുവോ അതിന്? സ്വത്തുക്കളൊക്കെ അവർക്ക് എഴുതി കൊടുക്കാന്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഞാനാരായി അവന്റെ മുമ്പില്? ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞതുകൊണ്ട് കൂടിയല്ലേ ഞാൻ പോയി ചോദിച്ചത്. ഇപ്പൊ അവന്റെ മുമ്പിൽ എന്നെ നാണം കൊടുത്തിട്ട് നിങ്ങൾ വലിയ ഹീറോ ആയി. നിന്റെ ഉമ്മാനെയും നിന്റെ അനിയത്തിനെയും പെരുവഴിയിൽ ഇറക്കി എന്നുള്ള പേര് നമുക്ക് വേണ്ട. അവരവിടെ സമാധാനത്തിൽ ജീവിച്ചോട്ടെ. ഞാനിനി എങ്ങനെ അങ്ങോട്ട് പോകും? അവർക്കൊക്കെ എന്നോട് ദേഷ്യം ഉണ്ടാവില്ലേ?
അതിലെന്താണ്? നിന്റെ ഉമ്മാനെ കാണാൻ നിനക്ക് ആഗ്രഹം തോന്നുമ്പോഴേ നീ സ്നേഹത്തിൽ പോയി കാണ്. അവനെ വേദനിപ്പിച്ചിട്ടേ നമുക്ക് അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ്ട. നിനക്ക് എപ്പോ കാണാൻ തോന്നണോ നിനക്ക് അപ്പൊ പോകാലോ. ഇപ്പൊ നീ ആയിട്ട് എഴുതി കൊടുത്തിരിക്കുകയല്ലേ അവർക്ക് സ്വത്ത് വേണ്ടെന്നുള്ളത്. പിന്നെന്താണ്? അവന്റെ മനസ്സിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. നീ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും കണക്ക് കൂട്ടണ്ട. വാപ്പയില്ലാണ്ട് 2 പെൺമക്കളിനെ വളർത്തിയിട്ട് അവനെ വലുതാക്കിയിട്ട് പഠിപ്പിച്ചിട്ട് അവനൊരു കല്യാണം കഴിച്ചു വിടുക എന്നൊക്കെ പറഞ്ഞാലേ ആ ഒരു വേദനയുണ്ടല്ലോ നിന്റെ ഉമ്മാന്റെ, അത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നമുക്ക് ആ സ്വത്ത് വേണ്ട. അപ്പൊ നിന്നെ കല്യാണം കഴിച്ചു വിട്ടിട്ടില്ലേ, അതെന്നെ ആ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, അത് നീ എന്താ മനസ്സിലാക്കാത്തത്? നിന്റെ ഉമ്മാന്റെ വയറ് കത്തിയിട്ടേ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് വിചാരിക്കും, അത് ഒരിക്കലും ഗുണം പിടിക്കാനും പോണില്ല. എനിക്ക് അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും വേണ്ട. മനസ്സിലാക്കുക കാര്യങ്ങൾ. പിന്നെ നിന്റെ അടുത്ത് അവിടെ നിന്ന് പറയാണ്ട് കൊണ്ടുപോയതേ നീ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരിക്കലും നിൽക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്.